പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന വാദം തള്ളി കോൺഗ്രസ്. ഗ്രനേഡ് എറിഞ്ഞത് പോലീസ് തന്നെയാണെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. ഷാഫി പറമ്പിൽ MP മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സത്യാഗ്രഹ സമരം തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ നടന്ന പോലീസ് നടപടി രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. UDF പ്രവർത്തകരാണ് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന CPMന്റെ പ്രതിരോധത്തോട് സംഘർഷത്തിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചായിരുന്നു DCC പ്രസിഡന്റിന്റെ മറുപടി. അമ്പതോളം CPM പ്രവർത്തകർ ആയുധങ്ങളുമായി തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് പരിക്കേൽക്കും, സംഘർഷയുടെ കലാപുണ്ടാവും. അങ്ങോട്ട് പോരുന്നതാണ്. ഇത് തന്നെ ബഹുമാനയുടെ MP ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോഴും ശ്രീ സുനിൽ പറഞ്ഞു. അതേ ഭാഗത്തു നിന്നാണ് DYSP ചൂണ്ടിക്കാണിച്ച പോലീസ് നിൽക്കുന്ന CPMകാർ ആയുധങ്ങളുമായി നിൽക്കുന്നു പറഞ്ഞ ഭാഗത്ത് പോലീസ് എന്ന ഭാഗത്തു നിന്നാണ് ഈ സ്ഫോടക വസ്തു വന്നത്. പോലീസും ഞങ്ങളും തമ്മിലാണ് പ്രശ്നം, അതിലെന്തിനാണ് CPM ഇടപെടുന്നതെന്നും പ്രവീൺ കുമാർ ചോദിച്ചു. ഷാഫി പറമ്പിൽ MP ലക്ഷ്യം വെച്ച് ആസൂത്രിതമായി പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഒരു MPക്ക് പോലും പൊതുപ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന സ്ഥിതി ഭയാനകമല്ലേ? അത്യന്തം അപകടകരമായ ചുറ്റുപാട്. പോലീസിന്റെ സെൽഫ് റെസ്പെക്ട്, സാധ്യമായ ബോധം കളഞ്ഞു കുടിച്ചത് ആരാണ്? നിങ്ങൾ ഉത്തരം പറയണം. പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസ് നീക്കം. മീഡിയ 1 കോഴിക്കോട്.